ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സംശുദ്ധമാക്കി തീർക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു ഹക്കിൻ്റെ കൂടെ സത്യത്തിലായി കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക ലോകത്തെ സുപ്രസിദ്ധ പണ്ഡിതന്മാരിൽ ഒരാളായ അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുതി വച്ച കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന് ഞാൻ ചില മനുഷ്യരെ കാണുന്നുണ്ട്. വലഖദ് ഷാഹത്തു ഹൽകൻ കസീറൻ, ഇന്ന് ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നു. ലാ യഅരിഫൂന മഅനൽ ഹയാത്ത്, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഇതുവരെയും തിരിച്ചറിയാത്ത കുറെ മനുഷ്യരെ ഞാൻ ഇന്ന് കാണുന്നുണ്ട്. എന്തിനാണ് എൻ്റെ ഈ ജീവിതം? ഫമിൻഹും, അങ്ങനെയുള്ള ചിലരുണ്ട്, മൻ അഗ്നാഹുല്ലാഹു അൻ തകസ്സുബ് ബികസ്റതി മാലിഹി, അവർക്കൊരുപാട് പണമുണ്ട്, സമ്പത്തിന്റെ ആധിക്യമുണ്ട്, എന്നിട്ടവൻ അങ്ങാടിയിലും അവിടെയും എവിടെയും ഇരുന്ന് ഒരുപാട് ഷർറുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് അങ്ങാടികളിലാണ്. വമിൻഹും, വേറെ ചിലരെ ഞാൻ കാണുന്നുണ്ട്, വമൻ യഖ്ലൂ ബിലഅബി ശത്രിൻ, സമയം പോകാഞ്ഞിട്ട് ടൈം പാസിന് വേണ്ടി ചെസ് കളിച്ചു കൊണ്ടിരിക്കുന്നു, ക്യാരം ബോർഡ് കളിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് റമ്മി കളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പോലെ എങ്ങനെയെങ്കിലും സമയം പോകാൻ വേണ്ടി മെനക്കെടുന്നവരെ ഞാൻ കാണുന്നുണ്ട്. വമിൻഹും, വേറെ ചിലരുണ്ട്, അവൻ വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനിസ്സലാത്തീനി, നാട്ടിലെ ഭരണാധികാരികളെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച്, അധികാരത്തിലിരിക്കുന്നവരെ കുറിച്ചാണ് അവന് സംസാരിക്കാനുള്ളത്. എന്തിനൊക്കെ വിലക്കയറ്റമുണ്ട്, എന്തിനൊക്കെ വിലക്കുറവുണ്ട്, ഇങ്ങനെയുള്ള കുറെ ചർച്ചകളായി അവന്റെ രാപ്പകലുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മനുഷ്യായുസിന്റെ ജീവിതത്തിന്റെ ഇടയിൽ അള്ളാഹു ചിലർക്കൊരു തൗഫീഖ് നൽകും. അവരുടെ പ്രത്യേകത ശറഫൽ ഉമരി, അവർ ആയുസിന്റെ വില മനസ്സിലാക്കുന്നവരാണ്. വമഅരിഫത ഖദ്രിൻ, അവന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ രൂപത്തിലുള്ള അറിവ് നേടിയവരാണ്. വഔഖാതിൽ ആഫിയ, ജീവിതത്തിൽ ആഫിയത്തിന്റെ വില എന്താണ്, സമയത്തിന്റെ വില എന്താണ് ബോധ്യപ്പെട്ട ചിലരുണ്ട്. അതെല്ലാവർക്കും അല്ലാഹു ആ തൗഫീഖ് കൊടുക്കൂല. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, വമ്പിച്ച സൗഭാഗ്യവാന്മാർക്കല്ലാതെ ആ ഭാഗ്യം കിട്ടൂല. ഖുർആനിലെ ഒരു ആയത്തെടുത്തതിന്റെ ഭാഗം ചേർത്ത് ആ ഖൗൽ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹു നൽകിയ ജീവിതം എന്തിനാണ്, എൻ്റെ ആയുസ് എന്തിനാണ്, എൻ്റെ ആരോഗ്യം എന്തിനാണ്, എൻ്റെ അറിവെന്തിനാണ്, എൻ്റെ കഴിവെന്തിനാണ് എന്ന് കിട്ടിയ ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം കണക്കിലാക്കി അതിനെ ഹിദായത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായി മാറണം. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബ് ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബിമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വലിയ ചിന്തകൾ അവിടുന്ന് പങ്കുവെക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഉപദേശം നൽകുകയാണ്. ആ ഉപദേശം നൽകുമ്പോൾ തന്നെ ദറഫത്തിൽ ഉയൂൻ,
കണ്ണിങ്ങനെ നിറഞ്ഞ് വെള്ളമൊഴുകുന്നുണ്ട്. എന്തിനാ? ആരും മരിച്ചിട്ടൊന്നുമില്ല. ആ ഉപദേശം നൽകുമ്പോൾ കണ്ണുനീര് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ഹൃദയം നടുങ്ങിയിട്ടുണ്ട്. നിബിതങ്ങൾ ഒരു വിടവാങ്ങുന്ന അവസാനത്തെ ഉപദേശം നൽകുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, തറക്തുക്കും അലൽ ബൈദാ, ഞാൻ നിങ്ങൾക്ക് തെളിഞ്ഞ നല്ല വെളുത്ത നിറത്തിലുള്ളതുപോലെ ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ച് വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പകല് പോലെ ശോഭയുള്ളതാണ്, തിളങ്ങുന്നതാണ്. സംശയങ്ങളില്ലാതെ യാതൊരു വക്രതയുമില്ലാതെ തെളിഞ്ഞ ഒരു ഹിദായത്തിന്റെ മാർഗം നിങ്ങൾക്ക് ഞാൻ തന്നു ഏൽപ്പിക്കുകയാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, നശിച്ചവനല്ലാതെ ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് എന്റെ കാലശേഷം നശിച്ചവനല്ലാതെ പിഴച്ചു പോവുകയില്ല. പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന ആ സ്വഹാബത്തിന്റെ പ്രത്യേകത, അവർ ഹുദയിലായിരുന്നു, സന്മാർഗത്തിലാണ്, അതിൽ ഉറച്ചു നിന്നു, ചാഞ്ചാട്ടില്ല. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അള്ളാഹ് നമുക്ക് നൽകുന്ന ഹിദായത്തിന്റെ എത്ര മഹത്വത്തെ ആലോചിച്ച് നോക്കി. മുൻകടന്ന് വന്ന മുഹാജിരീങ്ങള്, അൻസാരികള്, അവരെ പിൻപറ്റി ജീവിച്ച താബിഈങ്ങളൊക്കെ നന്മയിലാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹിന്റെ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടവരാണ്. ജീവിതത്തിന്റെ ആശയത്തെ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ബോധ്യപ്പെട്ട് അതിൽ ഉറച്ച് ജീവിച്ചവരാണ്. പ്രവാചകൻ സമ്മതിക്കുകയാണ്, ഖൈറുന്നാസി ഖർനീ, എന്റെ കൂടെ ജീവിച്ച എന്റെ ഈ തലമുറയാണ് ഏറ്റവും ഉത്തമരായ തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത തലമുറ. ആദ്യത്തെ 3 നൂറ്റാണ്ട് അവര് നല്ലവരാണ്, അവർ ഹിദായത്തിലാണ്, അവർ സത്യത്തിലാണ്, അവർ നന്മയിലാണെന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്. അതിനേക്കാൾ മഹത്വം നമ്മുടെ നാട്ടിൽ ആർക്കും പറയാനില്ല. എത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും, പേര് എന്ത് പേരിട്ടാലും ശരി, എത്ര വലിയ ബിരുദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഉടമകൾ അവരാവുകയില്ല. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫഇൻ ആമനൂ, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, അവരൊക്കെ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, നിങ്ങളും സന്മാർഗം പ്രാപിക്കുന്നവരാണ്. നമ്മൾ 17 തവണ പടച്ചവനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ ചൊവ്വായ മാർഗത്തിലാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണത്. അതാകണമെങ്കിൽ ഈ മുൻപ് കടന്നു വന്ന മാതൃകയുള്ള മഹാരഥന്മാരായ അവരുടെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ചില നേതാക്കന്മാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ചിലരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി, അവര് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് ഇസ്ലാമിന് ഭയങ്കര നേട്ടമാണ്, അവര് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് നബിക്ക് ഭയങ്കര നേട്ടമാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അവർക്കാണ് നേട്ടം. ഇവിടെ ഇസ്ലാമിനൊന്നും വരില്ല, അള്ളാഹ്ക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ഹിദായത്തിലായി ജീവിച്ചാൽ അതിന്റെ ഗുണം നമുക്കാണ്, അത് അള്ളയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ആരുടെയും ഗുണമൊന്നുമല്ല, പടച്ചോനാണ് നമ്മുടെ മനസ്സിൽ ഇത് തന്നത്. യമുന്നൂന അലൈക അൻ അസ്ലമു, സൂറത്തുൽ ഹുജറാത്തിൽ ആയത്ത്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കി എന്നത് അല്ലാഹ് നിങ്ങളോട് ചെയ്തൊരു അനുഗ്രഹമാണ്.
അത് നിങ്ങളെ വലിയ ഗുണം, നിങ്ങളെ വലിയ ക്വാളിറ്റി ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഹുജറാത്തിന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇരുന്ന് ഒരു 10 മിനിറ്റ് ചിന്തിച്ചു നോക്കി നിങ്ങൾ. പടച്ച റബ്ബിന്റെ ഹിദായത്തിന്റെ മാർഗം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടെ തന്റെ ജീവിതം പങ്കുവച്ച സഖിമാരായ ഭാര്യമാർക്ക് ഹിദായത്ത് കിട്ടാതെ പോയിട്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകാവകാശിയാണ്. ഖുർആൻ. ഇബ്ൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹിദായത്ത് കിട്ടാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകാവകാശിയാണെന്ന് ഖുർആൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പിതാവ് നരകാഗ്നിയിലാണെന്ന് അള്ളാന്റെ ഖുർആനിന്റെ പ്രവാചകന്റെ പ്രമാണങ്ങളെ വിശദീകരിച്ച് കാണാം. എന്തേ? അബൂ ത്വാലിബ് എന്ന മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ, നബി ഏറ്റവും സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ആ മരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ പൊഴിച്ചു. അവസാന നിമിഷത്തിലും ചെന്ന് ഈ ഹുദയിലേക്ക്, ഈ സന്മാർഗത്തിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അങ്ങനെ കരഞ്ഞുപോയി നബിതങ്ങൾ. ആ മരണം കണ്ടിട്ട് അദ്ദേഹം ഹിദായത്തിലായില്ലല്ലോ. ചിന്തിക്കുക, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ ഹിദായത്തിന്റെ മാർഗത്തിലാണോ ഉള്ളത് എന്ന് നല്ലവണ്ണം ആലോചിക്കണം. വേറെ ചില മനുഷ്യന്മാരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ നല്ല മനുഷ്യരായിരുന്നു, പിന്നീട് സത്യം വലിച്ചെറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ഏത് മനുഷ്യനും എപ്പ വേണമെങ്കിലും നശിക്കാം. ഇന്ന് കാണുന്ന പോലെ നമ്മളെ കണ്ണുകൊള്ളുന്നില്ല. അബ്ദുല്ലാഹിബ്നു അബിസ്സറഹ സ്വഹാബിമാരുടെ കൂടെ ജീവിച്ച മുസ്ലിമായിരുന്നു. പിന്നെ ഇസ്ലാമിനെതിരെ വാളെടുക്കുന്നയാളായി മാറി. അതേപോലെ തന്നെ മുസൈലിമ എന്നറിയപ്പെടുന്നയാള് സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച് നബിന്റെ അനുയായിയായി കുറച്ചു കാലം ജീവിച്ചയാളാണ്. പിന്നെ പിടുത്തം വിട്ടു. പിന്നെ ഞാൻ നബിയാണ് എന്ന് വാദിച്ച് രംഗത്ത് വന്നു മുസൈലിമത്തുൽ കദ്ദാബ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം സ്വഹാബത്തിന്റെ കൂടെ കർമ്മനിരതനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാമെന്ന ആളാണ്. ഏത് മനുഷ്യനും ഏത് ഘട്ടത്തിലും ഇവിടുന്ന് പടിയിറങ്ങും. നല്ലോണം മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ, നമ്മുടെ കൂടെ പ്രസ്ഥാന രംഗത്ത്, ഇബാദത്ത് രംഗത്ത് സജീവമാകുന്ന പലരെയും പിന്നീട് പള്ളിയിൽ പോലും കാണില്ല. നമ്മുടെ കൂടെ ആത്മാർത്ഥമായി എല്ലാ ദീനീ രംഗത്തും ഉണ്ടായിരുന്നവർ പിന്നീട് ഒന്നിനും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന് ഭയപ്പാടോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ എന്ന 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെയും 9-ാമത്തെയും ആയത്ത് കാണാതെ പഠിച്ചു വെച്ചോ. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കല്ല റബ്ബേ. ഞങ്ങളൊരു ഈമാനിലും ഹിദായത്തിലും ഉറപ്പിക്കണം പടച്ച റബ്ബേ. പ്രാർത്ഥിക്കണം നമ്മൾ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിന് ശേഷം എന്നിട്ട് ഞങ്ങളെ പിഴപ്പിക്കല്ലേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അങ്ങേയറ്റത്തെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. ഇന്നക അൻതൽ വഹാബ്, നീ വഹാബായവനാണ് പടച്ച റബ്ബേ. എൻ്റെ കൽബിന് സത്യം കാണിച്ച് തന്നതിന് ശേഷം ഇതൊന്ന് ഞങ്ങളെ പിറകോട്ട് വലിക്കല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ, സംശയമില്ല ഒരു ദിവസം വരാനുണ്ട്, പരലോകമെന്ന ഒരു ദിവസം വരാനുണ്ട്, സംശയമില്ല. ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാത്തവനാണ്. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ എടുത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആര്? ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരു.
ആദ്യമായി വഹി കിട്ടിയിട്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, എനിക്ക് ഹുദ നൽകണേ റബ്ബേ, എന്നെ തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ധാരാളമായി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ ഇളക്കി മറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ കൽബുകളെ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഈ ദീനിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ലിസ്റ്റിലായി എണ്ണിയത്. ഈ ഹൃദയത്തെ, ഈ ഈമാനിനെ ഉറപ്പിച്ചു കിട്ടാൻ അപ്പൊ നമ്മൾ എത്രമാത്രം കഠിനാധ്വാനികളാവണം. അതുകൊണ്ട് ഒരു നാട്ടിൽ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ സ്ഥിരത നേടിക്കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ, അഖാമുസ്സലാ, അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തണം, വആതൗസ് സകാ, സകാത്ത് സമയബന്ധിതമായി കൊടുക്കണം, വഅമറൂ ബിൽ മഅറൂഫ്, ജനങ്ങളോട് ഈ സന്മാർഗത്തിന്റെ കാര്യങ്ങൾ നന്മ പഠിപ്പിച്ചു കൊടുക്കണം, വനഹൗ അനിൽ മുൻകർ, ജനങ്ങളിൽ തെറ്റുകൾ കാണുമ്പോ, തോന്നിവാസങ്ങൾ കാണുമ്പോ, അശ്ലീലതകളും ആഭാസങ്ങളും നാട്ടിൽ പെരുകുമ്പോ നീ അവരുടെ കൂടെയാകാൻ പാടില്ല. വനഹൗ അനിൽ മുൻകരി, തെറ്റ് തടുക്കുന്നവനായി നീ മാറണം. കുടുംബത്തില്, നാട്ടില് തെറ്റുകളുടെ, തിന്മകളുടെ ആധിക്യം കാണുമ്പോൾ നീ അവന്റെ കൂടെ ആകല്ല, നീ അവർക്കെതിരാകണം. നീ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ആരും കൂടെ ഉണ്ടാവില്ല. ചിലപ്പോ വീട്ടുകാർ ചോദിക്കും, ചെയ്യുന്നവർ ചെയ്തോട്ടെ, നീ എന്തിന് തടുക്കാൻ പോകണം? ബനൂ ഇസ്രായേലുകാർ ചോദിച്ച പോലെ, മീൻ പിടിക്കണവര് പിടിച്ചോട്ടെ, പിടിക്കാത്തവര് പിടിക്കണ്ട, നീ എന്തിനാ ഉപദേശിക്കാൻ പോണത്? അള്ളാഹ് വേണമെങ്കിൽ ശിക്ഷിച്ചോട്ടെ. നാളെ റബ്ബിന്റെ കോടതിയില്ലേ ഞങ്ങൾക്ക് ഉദ്ർ പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനേ പറ്റൂ, അത് പറഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായ ഉലമാക്കന്മാര് നമ്മളെ പഠിപ്പിക്കാണ്, സത്യം ജനങ്ങളോട് ഹുദയിലേക്ക്, നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന പണി ആരാ ചെയ്യേണ്ടത്? അമ്പിയാക്കന്മാര് മാത്രാണോ? മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് മാത്രമുള്ള പണിയാണോ? മൗലവിമാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുള്ള പണിയാണോ? ഇമാമിയങ്ങൾക്കും പ്രാസ്ഥാനിക പ്രവർത്തകന്മാർക്കും ഭാരവാഹികൾക്കുള്ള പണിയാണോ? സംശയമുള്ളവരുടെ നെഞ്ചത്തേക്ക് വെക്കുന്നൊരു വാക്ക് മജ്മൂഉൽ ഫതാവയിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ഇന്നത്തെ പോലെയല്ല, 1990 കാലഘട്ടങ്ങളിലാ. സോഷ്യൽ മീഡിയ വല്ലാതെ രംഗത്ത് വന്നിട്ടില്ല, ലിബറലിസ്റ്റുകൾ പുറത്തു ചാടിയിട്ടില്ല, നിരീശ്വരവാദികൾ പണം വിടർത്തി വരാത്തൊരു കാലത്ത് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയാണ്, ഫഇൻദ ഖില്ലത്തി ദുആത്ത്, പ്രബോധകന്മാര് വളരെ കുറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ കുറവുള്ള ഒരു നാട്. തിന്മകളാണെങ്കിൽ എണ്ണം കൂടിക്കൂടി വരികയാണ്. അറിവില്ലായ്മ, അവിവേകം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ പോലെ. എന്നത്തെ 1990 കാലഘട്ടങ്ങളില് അവിടുന്ന് എത്ര മാറി നമ്മുടെ നാട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യണം എല്ലാവരും. ഫർദു ഐനാണ്, ഓരോ വ്യക്തിയും ചെയ്യൽ നിർബന്ധമാണ്. അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബി താഖതിഹി, അവനവനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ചിലപ്പോ ഒരു ലഘുലേഖ എടുത്തിട്ട് ഒരാൾക്ക് കൊണ്ടേ കൊടുക്കലായിരിക്കും, ചിലപ്പോൾ ഫോൺ വിളിച്ച് സംസാരിക്കലായിരിക്കും, ചിലപ്പോൾ വീഡിയോ ഷെയർ ചെയ്യലായിരിക്കും. എന്താണോ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ നന്മ, ആ വ്യക്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യൽ അവന് ഈ കാലഘട്ടത്തിൽ ഫർളു ഐനിൻ നിർബന്ധമാണ്.
അതൊക്കെ ചെയ്യണോല് ചെയ്തോട്ടെ, ആരെങ്കിലും നടന്നോട്ടെ, ഞാൻ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുന്ന വിവേകമില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഒറ്റക്കായി മാറി മാറി നിൽക്കുന്നതിന് പകരം സംഘടിതമായി ജമാഅത്തായി പ്രവർത്തിക്കാൻ ശ്രമിച്ചോ. അലൈക്കും ബിൽ ജമാഅത്തി, നിങ്ങൾ സംഘമായി ഐക്യത്തോടെ സംഘമായി പ്രവർത്തിക്കുക. വഇയ്യാകും വൽ ഫുർഖത്തി, ഭിന്നിച്ച് നിൽക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ നാട്ടിലുണ്ടാവും, ചിലരെങ്കിലും ഉണ്ടാവും അവർ മഹല്ലിന്റെ പൊതു നന്മകൾക്ക് എതിരായിരിക്കും. ദഅവാ പ്രവർത്തനങ്ങളുടെ നല്ല അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പരമാവധി നന്മകളിൽ സൂക്ഷ്മത കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വേറിട്ട് നിൽക്കും. അതൊന്നും ശരിയല്ല, അവരൊന്നും ശരിയല്ല, ആരും ശരിയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റക്ക് നിൽക്കുക. നബിതങ്ങളാണ് പഠിപ്പിക്കുന്നത്. തഖ്വ കൊണ്ട് എത്രയോ മുന്നിട്ട് നിൽക്കുന്ന നബിയാണ് പറയുന്നത്, നിങ്ങൾ ഒറ്റക്ക് മാറി നിൽക്കുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി, ഒറ്റക്ക് മാറി നിൽക്കുന്നവന്റെ കൂടെയാണ് പിശാചുള്ളത്. അവൻ നാളെ വന്ന് വേറെ പലതും വിളിച്ചു പറയാൻ തുടങ്ങും. അവൻ സമൂഹത്തിൽ ഒറ്റക്ക് നിന്നതിന്റെ ഭാഗമായി പിശാച് അവനെ കൊണ്ട് പല വേണ്ടാത്ത ആശയ ചിന്താഗതികളുമായി ദീന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുകയാണ് എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നന്മകളായ എന്തെല്ലാം അവസരങ്ങളുണ്ടോ അതിന്റെ കൂടെ ഉണ്ടാവണം. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. തആവനൂ, നിങ്ങൾ സഹകരിക്കണം, മാറി നിൽക്കരുത്. എന്തിനോട്? അലൽ ബിർരി, പുണ്യങ്ങളോട്, വത്തഖ്വാ, ഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങളോട് സഹകരിച്ചു കൊടുക്കണം. ആരെയിക്കോട്ടെ. വലാ തആവനൂ, നിങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കരുത്. അയാൾ എന്ത് വിചാരിക്കും, ബാപ്പ എന്ത് വിചാരിക്കും, മഹല്ലുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും തോന്നരുത്. വലാ തആവനൂ, സഹകരിക്കരുത് അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട്, തിന്മകളോട്, അതിക്രമങ്ങളോട് ഒരു കാരണവശാലും സന്ധി ഉണ്ടാവരുത്. ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഈ സന്മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി അമ്പിയാക്കന്മാരുടെ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ഈ മഹാപുണ്യവാളന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തി ജീവിതത്തെ ഏറ്റവും സേഫായ ലോകത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാർഗത്തിന്റെ, സന്മാർഗത്തിന്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാനും എല്ലാ പിഴച്ച അവസ്ഥകളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടുള്ള സൂക്ഷ്മമായ ഒരു ജീവിതത്തിൽ അള്ളാഹു നമുക്ക് മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പുൽകി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഖുർആനിനെ അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആളുകൾക്ക് സംശയം തോന്നുമ്പോൾ സഹാബത്ത് കണ്ട് സംശയം തീർത്തിരുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊരു കാര്യം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ടെൻഷൻ അടിച്ചു. മക്കളെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, ജോലിൻ്റെ കാര്യത്തിൽ, രോഗത്തിൻ്റെ കാര്യത്തിൽ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ടില്ല. മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസ്. സൂര്യൻ ഉദിച്ചു വന്ന ഒരൊറ്റ ദിവസവും സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവാറില്ല. നഖസ ഫീഹി അജലി, എൻ്റെ അവധി അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ. വലം യസിദ് ഫീഹി അമലി, ഒരു നന്മയും പ്രവർത്തിക്കാൻ, ഒരു നന്മയും അധികം ചെയ്യാൻ പറ്റാത്ത പോയതിൽ അതിനോളം എനിക്ക് ടെൻഷൻ അടിച്ച മറ്റൊരു കാര്യമുണ്ടായിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു, ഒരു പുതിയ നന്മയും ചെയ്യാൻ കഴിയാതെ പോയതിന്റെ പേരിൽ ഒരു വിഷമം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി, ഞാൻ എന്തെങ്കിലും ഒരു അധിക നന്മ ചെയ്തോ? ഒരു പേജ് ഖുർആൻ ഓതിയോ, ഒരു 10 സ്വലാത്ത് അധികം ചൊല്ലിയോ, ദുആക്ക് ഉത്തരം കിട്ടുന്ന വെള്ളിയാഴ്ചയാണ് ഇന്ന് ദുആ ചെയ്തോ? ആർക്കെങ്കിലും ഒരു 10 രൂപ സ്വതക്ക നൽകിയോ? ഏതെങ്കിലും ഒരു മനുഷ്യനോട് നന്മ പറഞ്ഞു കൊടുത്തോ? എനിക്ക് ആയുസ് നേടിയിട്ട് എൻ്റെ ആയുസ്സിൽ ഞാൻ നന്മകൾ അധികരിക്കാതെ പോയതിൽ എനിക്ക് ടെൻഷനാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, എനിക്കൊരാളോട് ദേഷ്യമാണ്. എനിക്കൊരാളോട് വെറുപ്പാണ്, ദേഷ്യമാണ്. അയാൾ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവനാണ്. ആൾക്ക് നല്ല സമയമുണ്ട്, ആ സമയം മുഴുവൻ അയാൾ വെറുതെ ഇരിക്കുകയാണ്. ദുനിയാവിന്റെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തൂടെ? അതും ചെയ്യുന്നില്ല. നാളെ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തൂടെ? അതും ചെയ്യാതെ പോയവന്റെ കാര്യത്തിൽ എനിക്ക് വെറുപ്പാണ്. എത്ര മനുഷ്യന്മാരുണ്ട്! മണിക്കൂറുകൾ ഒഴിവുണ്ട്, ദിവസങ്ങൾ ഒഴിവുണ്ട്, ആഴ്ചയിൽ 2-3 ദിവസം ഒഴിവുള്ള ആളുകളുണ്ട്. തൻ്റെ ഒഴിവുകൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താതെ മാറി നിൽക്കുന്നവനോട് എനിക്ക് വെറുപ്പാണ്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന ദിവസങ്ങൾ, ഈ ദുനിയാവിലെ ദിവസങ്ങൾ നിങ്ങൾക്ക് കൃഷി ഇറക്കാനുള്ള സമയമാണ്. ഇവിടെ നന്നായിട്ട് അധ്വാനിച്ച് പണിയെടുത്തു എങ്കിൽ കൃഷി ഇറക്കേണ്ട ദിവസങ്ങൾ ആരെങ്കിലും നശിപ്പിച്ചാൽ, കൊയ്തെടുക്കേണ്ട ദിവസം അയാൾ ഖേദിച്ചു പോകും. വിളവ് ഇറക്കേണ്ട സമയത്ത്, കൃഷി ഇറക്കേണ്ട സമയത്ത് ഇറക്കാത്തവൻ കൊയ്തെടുക്കുന്ന ഒരു നാള് വരാനുണ്ട് എന്ന് ഖേദിച്ച് വിലപിക്കും. നമ്മളൊന്ന് മരിച്ചാൽ, നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ, നമ്മുടെ ഈ ദുനിയാവിലെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയി ഖബറടക്കിയാൽ ഒരു ദിവസം വരാനുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. നമ്മുടെ ചാൻസ് കഴിയാൻ പോവാണ്, മരിക്കാണ്. മരണത്തിന്റെ അവസാന സമയങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് വരും, ഉറപ്പുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്തവനാണെങ്കിലും ആ കട്ടിലിലേക്ക് അവനെ മാറ്റി കിടത്തുകയാണ്, മയ്യത്ത് കട്ടിലിലേക്ക്. ബ്രാൻഡഡ് ഷർട്ടുകളും അടിപൊളി പാന്റുകളും ഇട്ട് നടന്ന് അതിൽ ആസ്വാദനം കണ്ട മനുഷ്യനെ 3 കഫൻ പുടവയിലേക്ക് പൊതിഞ്ഞു മാറ്റുകയാണ്. മണിമാളിക സൗധത്തിൽ AC റൂമിൽ സുഖമായി കിടന്നിറങ്ങിയ കൊട്ടാര സമാനമായ ജീവിതമുള്ള മുതലാളി 6 അടി മണ്ണിലേക്ക്, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു നാള് വരാനുണ്ട്. ഇത് ദുനിയാവാണ്, ഇവിടുന്ന് പോണം നമുക്ക്. ഉലമാക്കന്മാർ എത്ര ഗൗരവത്തോടെയാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിച്ച് ആ മനുഷ്യനെ ഖബറടക്കി കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുകയാണ്, ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ കൊണ്ടുപോയി ഖബറടക്കിയ കുടുംബക്കാര് വീണ്ടും ഫോണിലാണ്. ആ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവർ ഭക്ഷണത്തിലാണ്, അവർ മറ്റു തിരക്കിലാണ്. മറവ് ചെയ്ത വ്യക്തിയെ മറക്കുന്നു, സ്വന്തം മരണത്തെ മറക്കുന്നു. അന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഹൽക്ക തുടങ്ങുകയാണ്, ദിക്ർ തുടങ്ങുകയാണ്. കുടുംബക്കാര് മയ്യത്തിനെ കുറിച്ച് ചർച്ചകൾ മാറുകയാണ്. എന്ത് വിളമ്പണം, എന്ത് കൊടുക്കണം, എത്ര വിളമ്പണം, ആരൊക്കെ വിളിക്കണം, 3 ആരൊക്കെ വിളിക്കണം, അന്ന് ആരൊക്കെ വിളിക്കണം, എന്ത് കൊടുക്കണം, എത്ര കിണ്ടൽ വെക്കണം എന്ന് ചർച്ചയാവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചിലരെ പറ്റി പറയും, അയാള് ആർക്കും ഒരു ബാധ്യതയില്ലാതെ മരിച്ചവനാണ്.
എന്തേ ബാധ്യത ഇല്ലാത്തത്? ഒറ്റ ദിവസം പോലും അദ്ദേഹം കടന്നിട്ടില്ല, ഒരു രോഗമില്ലാതെ മരിച്ചത്. സുഹൃത്തുക്കളെ, അയാൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് പോയതെന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? ഒരു അമലിന് വേണ്ടി കൊതിക്കുന്ന ഒരു നാള്, ആ ഖബറിനകത്ത് കിടന്ന് കാലങ്ങൾ കഴിയുന്നത് അയാൾ ദുനിയാവിൽ ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിലാണ്. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം കാഹളത്തിലൂതിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളടക്കമുള്ളവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മൾ ചെയ്തതും പറഞ്ഞതും ഇവിടെ ഉണ്ടാക്കിയതും എല്ലാം രേഖാപുസ്തകം കയ്യിൽ തരുന്നൊരു ദിവസമുണ്ട്. ഈ ഓർമ്മ മരിക്കണതിന്റെ മുമ്പ് വേണം. ആ ഗ്രന്ഥം ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോഴാണ് യാ വൈലതാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു വലിയ കിതാബാണിത്! ഞാൻ ചെയ്ത ചെറുതും വലുതുമായതെല്ലാം ഈ കിതാബിലുണ്ടല്ലോ. ഒന്നൊഴിവില്ല, എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം രേഖപ്പെടുത്തി അവിടെ കൃത്യമായി വെക്കുന്നുണ്ട്. ആ ഗ്രന്ഥം കിട്ടുന്ന അവസാനം വിലപിച്ച് അന്ന് നമ്മൾ കെഞ്ചുകയാണ്, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പൈസയും ജോലിയും അധികാരങ്ങളും സൗകര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയിട്ട് ഞാൻ കുറച്ച് നന്മ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് വിലപിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഇന്ന് പടച്ചോൻ നമുക്ക് ബോധം തന്നിട്ടുണ്ട്, ജീവൻ നൽകിയിട്ടുണ്ട്. അത് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. നിങ്ങൾ നോക്കൂ, 2 തരം നഷ്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഒരു വ്യക്തി, ആ വ്യക്തി ജീവിച്ചിരിക്കും, പക്ഷെ അയാളുടെ സമ്പത്ത് മുഴുവൻ ഒലിച്ചുപോയി, അല്ലെങ്കിൽ തകർന്നു പോയി, ബന്ധുക്കൾ പോയി, അയാൾ മാത്രം ബാക്കിയാവും. രണ്ടാമത്തൊരു വിപത്തുണ്ട്, അയാളുടെ സമ്പത്തുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാമുണ്ട്, ആസ്വദിക്കാൻ അയാളില്ല, അയാൾ മരിച്ചു. എന്റെ സുഹൃത്തുക്കളെ, ഈ രംഗമൊക്കെ നമ്മുടെ മനസ്സിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളായി കടന്നു വരിക. ഓരോരുത്തരും അവനവന് കിട്ടിയ ചാൻസുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊടുക്കാൻ സന്നദ്ധരാവുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റോള് വഹിക്കുന്നവർ അധ്യാപകരാണ്. സമൂഹത്തിലും നാട്ടിലും വിദ്യാലയത്തിലും ഒരുപോലെ തല ഉയർത്തി ജനങ്ങളെ നന്മയിലേക്ക് വിളിക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ അതിന് പടച്ചവൻ നൽകിയ ചാൻസ് നൽകിയവരാണ് മാഷ്, ടീച്ചർ, അധ്യാപകർ എന്നൊക്കെയുള്ള വിളിക്കുള്ള ചാൻസ് ഉള്ളവർ. അവർ ഇന്ന് പല കാരണത്താൽ പിറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പെരിന്തൽമണ്ണയിൽ വരുന്ന ഞായറാഴ്ച മുഴുവൻ അധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അധ്യാപക കോൺഫറൻസ് നടക്കുന്നത്. നമ്മുടെ പരിചയത്തിൽ ഇന്ന് ഈ ഹുത്തുബക്ക് വന്ന ഏതെങ്കിലും ഒരു അധ്യാപക ഫീൽഡിലുള്ളവരുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഈ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്, നമ്മളെ തിരിച്ചുപിടിക്കാൻ, ഈ നാടിനെ തിരിച്ചുപിടിക്കാൻ. അധ്യാപക കോൺഫറൻസ് ഞായറാഴ്ച പെരിന്തൽമണ്ണയിലാണ് നടക്കുന്നത്. അതിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ എത്ര നല്ല തൊഴിലധിഷ്ഠിതമായ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല നിലവാരമുള്ള കോഴ്സുകൾ, പാരാമെഡിക്കൽ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റു പല മേഖലകളിൽ. പക്ഷെ ഈ മക്കൾക്ക് ദീന് കിട്ടാത്തത് കൊണ്ട് ബാപ്പയോട് ഉമ്മയോട് അവർക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ബാപ്പ അയച്ചു കൊടുക്കുന്ന മുഴുവൻ പൈസയും ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും മദ്രാസിലും പൊട്ടിച്ച് തകർക്കുകയാണ്. അവർ ദീന് പഠിപ്പിക്കണ്ടേ, അവർക്ക് ഹക്ക് കൊടുക്കണ്ടേ, അവരുടെ ജനാസയെയും നമ്മൾ തന്നെ പൊതിയേണ്ടവരാണ്. അതുകൊണ്ട് ആ മക്കളെ ചേർത്ത് പിടിക്കാൻ ഒക്ടോബർ 11, 12, 13 പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സംഗമം തിരുവനന്തപുരത്ത് വരികയാണ്. അത്തരം കാറ്റഗറി മനസ്സിലാക്കിയിട്ട് ആ വിദ്യാർത്ഥികളുടെ നന്മയിലേക്ക് അവരെ രജിസ്റ്റർ ചെയ്യാൻ പുറത്ത് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞ നമ്മുടെ മക്കളെ ഇന്ന് കടിഞ്ഞാണിടേണ്ടത് അനിവാര്യമാണ്. അവർക്ക് ദീന് കിട്ടണം. CRE എന്ന് പറയുന്ന സംരംഭം നമ്മുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തരുത് ഓരോ ബാപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം വാർത്തയിൽ കാണുന്ന പലതരത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ ഒരാളായി നമ്മുടെ വീട്ടിലെ കുട്ടി മാറുന്നതിന് മുമ്പ്
അവരെ തിരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ അഞ്ചരക്കണ്ടി ഷിഹാബ് സാഹിബിൻ്റെ ഉമ്മ റംല, അദ്ദേഹം മഹദി മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കളും സഹോദരങ്ങളും അടങ്ങുന്ന പലരും ആരുടെ മണ്ണിലാണ്. അള്ളാഹുവേ, അവരുടെ ബർസഖ് വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സമ്പത്തിലും ജോലിയിലും വരുമാനങ്ങളിലും എല്ലാം ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, സ്വർഗ്ഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഫലസ്തീനിൽ, ലബനാനിൽ, ജോർദാനിൽ, സിറിയയിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പുണ്യ സഹോദരങ്ങൾക്ക് നീ പ്രയാസങ്ങളെല്ലാം മാറ്റി ദുരിതങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കണം റഹ്മാനെ.